വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മീഷോ ഹോളാണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മീഷോയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ബാഗ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഇവിടെ കൊടുക്കുക, ഇഷ്ടമാണെങ്കിൽ അവിടെയും കൂടി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാം തന്നെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ബാഗ്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് കുറേ പറഞ്ഞ് ദീർഘിപ്പിക്കാതെ ഓരോരോ ബാഗ്സ് ആയിട്ട് കാണാം. അപ്പോൾ നമ്മളുടെ ബാഗ്സ് കാണുന്നതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് മാമ എർത്തിൻ്റെ ഗ്ലോ സെറം ഫൗണ്ടേഷനാണ് കേട്ടോ. സെറം ഫൗണ്ടേഷൻ എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്കിത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ഇതിൽ അവർ ടോട്ടൽ 9 ഷെയ്ഡ്സാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 01 മുതൽ 07 എത്തുമ്പോഴേക്കും ഇങ്ങനെ ഷെയ്ഡ് ഡാർക്കറായിട്ട് വരുന്നുണ്ട്. ഈ 08ഉം 09ഉം അവരിപ്പം റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ 07ൻ്റെയും 01ൻ്റെയും ഇടയിൽ വരുന്ന ഷെയ്ഡ്സ് ആണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണിനും സ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പം എല്ലാ ഷെയ്ഡ്സും ഓരോരോ സ്കിൻ ടോണിലുള്ള സ്വാച്ചസ് ആണ് ഇപ്പം ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ടോഫി ഗ്ലോ ആണ് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ബേസ് മേക്കപ്പ് ഞാൻ എങ്ങനെയാണ് ഈ ഒരു മാമ എർത്തിൻ്റെ ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന സൺസ്ക്രീൻ ആണ്. നമ്മൾ പകലാകുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അതിന് ഞാൻ ഇവിടെ മാമ എർത്തിൻ്റെ റൈസ് സൺസ്ക്രീൻ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ആദ്യം നമ്മളുടെ 3 ഫിംഗർ റൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു സൺസ്ക്രീനിൽ ഉപരി ഇത് ഭയങ്കര മോയ്സ്ചറൈസിങ് ആണ് കേട്ടോ. അതുകൊണ്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ഈ ഒരു ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മളുടെ സ്കിന്നിനെ ഒട്ടും തന്നെ ഗ്രീസി ആക്കില്ല, അതുപോലെ തന്നെ ഇത് നമ്മളുടെ സ്കിന്നിനെ ഡ്രൈ ആക്കിയില്ല, ഒരു എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ മോയ്സ്ചറൈസ് ചെയ്തിട്ട് വേണം ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡ് 07 ടോഫി ഗ്ലോ ആണ്. പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ തന്നെ 06 ആൽമണ്ട് ഗ്ലോ കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിൽ ഏത് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് ഓക്സിഡൈസ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ലൈറ്റർ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ഓക്സിഡൈസ് ആയി കഴിഞ്ഞാലും എൻ്റെ ഒറിജിനൽ ഷെയ്ഡിൽ തന്നെ നിൽക്കും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ സ്കിന്ന് ഞാൻ ഓൾറെഡി നല്ല രീതിയിൽ തന്നെ മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത് നമുക്കൊരു ഫുൾ കവറേജ് തരുന്ന ഫൗണ്ടേഷൻ ഒന്നും അല്ല കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളുടെ സ്കിന്നിൽ എന്തെങ്കിലും മാർക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഈ ഒരു ഫൗണ്ടേഷൻ വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ ഒരു ഫൗണ്ടേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വൈറ്റമിൻ സിയും ടെർമറിക്കും ഉണ്ട്. രണ്ടും തന്നെ നമുക്ക് നല്ല സ്കിന്നിന് വളരെ നല്ലതായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനിൽ പൊതുവെ ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ടുള്ള പ്രൊഡക്ട്സ് കാണാറില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ഗ്ലോ തരുന്നുണ്ട് നമ്മളുടെ സ്കിന്നിന് എന്നുള്ളതാണ്. അപ്പം എനിക്കിത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഇട്ട് ഹെവി മേക്കപ്പ് ആയ പോലൊന്നും നമുക്ക് ഫീൽ ചെയ്യൂല. അതുകൊണ്ട് എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതിൽ എന്നെക്കാളും ഡാർക്കർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിലൊരു ഷെയ്ഡ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. മാമ എർത്തിൻ്റെ പ്രൊഡക്ട്സ് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഇതിലൊരു ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് നമ്മളുടെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ബ്രാൻഡും കൂടിയാണ്. അവർ എത്രമാത്രം പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിലിരട്ടി പ്ലാസ്റ്റിക് അവർ റീസൈക്കിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മാമ എർത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മാമ എർത്തിൻ്റെ ആപ്പിൽ നിന്ന് അവരുടെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് അവരൊരു ട്രീ ആയിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2025 ആകുമ്പോഴേക്കും 1 മില്യൺ ട്രീസ് നട്ടുപിടിപ്പിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു ഇനീഷ്യേറ്റീവ്. നമുക്ക് അതിലേക്കും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ മാമ എർത്തിൻ്റെ ആപ്പിൽ നിന്നാണ് ഈ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ സ്പെഷ്യൽ കൂപ്പൺ കോഡായിട്ടുള്ള ഷംനാറ്റ് 2024 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും പർപ്പിളിലും അതുപോലെ തന്നെ മാമ എർത്തിൻ്റെ ഒഫീഷ്യൽ ആപ്പിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. നമ്മളുടെ അടുത്തുള്ള ലോക്കൽ സ്റ്റോറിലും നമുക്കിത് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ബാഗ് വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് കളർ ബാഗാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു. ഇത് ഞാൻ 400 സംതിങ്ങിനാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ ട്രെൻഡ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് പെർഫെക്റ്റ് ടൈം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇത് കംപ്ലീറ്റ് ബ്ലാക്കിൽ വരുന്ന ബാഗാണ് കേട്ടോ. ഇതിൽ വേറെയും കളർ ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളത് ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഗോൾഡൻ കളർ സിപ്പും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇതിൽ 2 കമ്പാർട്ട്മെൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു മെയിൻ കമ്പാർട്ട്മെൻറ്റും ഒരു മുന്നിൽ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു
ഒരു കുഞ്ഞു കമ്പാർട്ട്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഉള്ളത്തെ മെറ്റീരിയലും കാര്യങ്ങളൊന്നും എനിക്ക് അത്ര വലിയ അടിപൊളിയായിട്ടൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഉള്ളിൽ വേറെ മെറ്റീരിയലും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പം അത്രയും വാവ് എന്നൊന്നും പറയാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ അല്ല. ഈ ഒരു പ്രൈസിന് നമുക്ക് ഇത്രയും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ബാഗ് കിട്ടുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ ഇതിലൊരു മെയിൻ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. മെയിൻ കമ്പാർട്ട്മെൻറ്റിന് അകത്ത് ഇതാ ഇങ്ങനെയാണ്. വേറെ ഹിപ്പറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. മെയിൻ ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഉള്ളത്. മെയിനായിട്ടൊരു കമ്പാർട്ട്മെൻറ്റും കൂടി ഉണ്ട്. ഇതിൽ വേറെ സിപ്പറോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഉള്ളിൽ കണ്ടോ, ഉള്ളിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഓവറോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാണ് ഇതിൻ്റെ കൂടെ ഒരു പൗച്ച് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് നമ്മളുടെ കോയിൻസോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. നമ്മളുടെ ഇയർപോഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ ഓവറോൾ എനിക്ക് ഈ ഒരു ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സ്ട്രാപ്പ് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റും. ഇപ്പം നമ്മളുടെ ചെയിൻ സ്ട്രാപ്പിനേക്കാളും ട്രെൻഡിങ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ സ്ട്രാപ്പാണല്ലോ അല്ലേ, ഒരു ബെൽറ്റ് ടൈപ്പ് വരുന്ന സ്ട്രാപ്പ്. അപ്പോൾ ഓവറോൾ ഇത് നല്ല അടിപൊളിയാണ്. ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ പ്രൈസ് ഞാൻ സൈഡിലും കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ കാണിക്കുന്ന കളക്ഷൻ എനിക്ക് വലിയ ഇഷ്ടപ്പെടാത്തൊരു ബാഗാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പം ഞാൻ ബാഗ് കളക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ബോക്സ് ടൈപ്പ് ബാഗ് ഞാൻ വാങ്ങിക്കാറുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ ഈ ഒരു ബാഗ് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെ കൂടെ ചെയിൻ സ്ട്രാപ്പ് അല്ല കേട്ടോ, നമ്മളുടെ ഈ ഒരു ബെൽറ്റ് ടൈപ്പ് സ്ട്രാപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിച്ചു തരുന്നില്ല, കാരണം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ അത്ര വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും കടക്കുന്നില്ല. പിന്നെ ഈ ഒരു ബാഗ്, ഇങ്ങനത്തെ ബാഗ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. കാരണം നമ്മളുടെ എത്നിക് വെയർസിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനത്തെ ബാഗ് നന്നായിട്ട് പോകും. പക്ഷേ എനിക്ക് എന്തോ ഇതിൻ്റെ ക്വാളിറ്റിയും ഇത് തുറന്ന സമയത്തുള്ള ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇത് റിട്ടേൺ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ആ ഒരു പ്രൈസിന് വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതാണ് നമ്മുടെ സെക്കൻഡ് ബാഗ്. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് എഗെയിൻ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിലൊരുപാട് വേറെയും പ്രിൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിനും ഇതുപോലെ തന്നെ ബെൽറ്റ് സ്ട്രാപ്പാണ് വന്നിട്ടുള്ളത്. ഭയങ്കര സ്മൂത്താണ് കേട്ടോ, അത് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബാഗായാലും ഞാൻ ഫസ്റ്റ് കാണിച്ച ബ്ലാക്ക് ബാഗായാലും നമ്മളുടെ വെസ്റ്റേൺ ഔട്ട്ഫിറ്റുകളുടെ കൂടെ നല്ല അടിപൊളിയായിട്ട് പോകുന്നതാണ്. നല്ല ഭംഗിയുണ്ടാകും നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത്. അപ്പം നമ്മൾ ഓരോരോ ഡ്രസ്സ് ഔട്ട്ഫിറ്റിനനുസരിച്ചിട്ടുള്ള ആക്സസറീസ് ഇടുമ്പോഴാണ് ആ ഒരു ഔട്ട്ഫിറ്റ് കറക്റ്റ് ആവുക, പെർഫെക്റ്റ് ആവുക. അപ്പോൾ നമ്മൾ എത്നിക് വെയർസിൻ്റെ കൂടെ ഇടുന്ന ബാഗ്സ് നമ്മൾ ഒരിക്കലും നമ്മൾ വെസ്റ്റേൺ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെ ഇടുമ്പോൾ അത്ര ഭംഗി കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനത്തെ ബാഗ്സ് നമ്മൾ ഇങ്ങനത്തെ ഒരു കളക്ഷന് നമുക്ക് വേണം. ഇതോ അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നിട്ടുള്ള ബ്ലാക്ക് ബാഗോ അങ്ങനത്തെ ഒരു ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാം. പിന്നെ ഈ ഒരു ബാഗ് ഉണ്ടല്ലോ, അത്യാവശ്യം നമുക്ക് കണ്ട സ്പേഷ്യസ് ആണെന്ന് തോന്നും, പക്ഷെ അത്ര വലിയ സ്പേഷ്യസ് ഒന്നുമല്ല കേട്ടോ. ഇതിന് 2 കമ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. രണ്ടും ഒരേപോലത്തതാണ്. അപ്പോൾ ഞാൻ ഒരു കമ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരാം. അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വരുന്നത്. വലിയ സ്പേസ് ഒന്നുമില്ല. ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് കാരണമാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ സ്റ്റഫ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഒക്കെ നമുക്ക് നല്ല ട്രെൻഡി ആയിട്ടുള്ള ഒരു ബാഗ് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ഇത് അടിപൊളി ഓപ്ഷൻ ആട്ടോ. അതിൽ വേറെയും പ്രിൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബാഗ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ പ്രൈസ് ഞാൻ സൈഡിൽ കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഒരുപാട് ഐറ്റംസ് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കൊളാബറേഷൻ ആയിട്ട് വരുന്നതല്ല കേട്ടോ, നമ്മൾ വാങ്ങിക്കുന്നതാണ്. മീഷോയിൽ നിന്നുള്ളത് കൊളാബറേഷൻ അല്ല. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ഇത്രയും ബാഗ്സ് ഒന്നും എനിക്ക് ആവശ്യമില്ല, ഇത്രയും ഐറ്റംസ് ഒന്നും എനിക്ക് റിട്ടേൺ ആക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് റീസെൽ ചെയ്യുന്നതായിരിക്കും. ഞാൻ വാങ്ങിച്ചതിലും കുറച്ച് കുറവ് പ്രൈസിൽ ഞാനിത് നിങ്ങൾക്ക് റീസെൽ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മളുടെ ലാസ്റ്റ് ബാഗ് വന്നിട്ട് കുറേ ആയിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ബാഗാണ്. ഇതൊരു നല്ല ഭംഗിയുള്ളൊരു ബാക്ക് പാക്കാണ് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു പ്രൈസിന് ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും അടിപൊളി ക്വാളിറ്റിയാണ് വന്നിട്ടുള്ളത്. നല്ല ബ്ലാക്ക് കളറാണ്. ഇതിൽ വേറെ കളർ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ആനൻ്റെ പ്രിൻ്റ് ഉള്ളത് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് ഈ സെയിം ക്വാളിറ്റിയിലാണോ വരുന്നതെന്ന് എനിക്കറിയില്ല. ഇതെന്തായാലും അടിപൊളി ക്വാളിറ്റിയാണ്. അപ്പം ഇതിലിതാ ഒരു ലീവ്സ് പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കളർ കോംബോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇതാ സൈഡിൽ പോക്കറ്റ് ഉണ്ട് കേട്ടോ. 2 സൈഡിലും നമുക്ക് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു കോളേജ് ബാഗായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിൻ്റെ ബാക്കിൽ ഇതാ ഇങ്ങനെ ഒരു സിപ്പർ കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ബാക്ക് പാക്കിന് കാണാത്തൊരു ടൈപ്പ് ആണിത്. പിന്നെ വന്നിട്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ കമ്പാർട്ട്മെൻറ്റ്. ഗോൾഡൻ കളർ സിപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു സബ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് ഇതിൽ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ 2ാമത്തെ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെയാണ്. അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് ഇതിലിടാം. നമ്മളിപ്പോൾ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് നോട്ട്ബുക്സ് ഒക്കെ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ടെക്സ്റ്റ് ബുക്സ്, ചെറിയ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതാ
ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഇതിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടിട്ട്. ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ അല്ല പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാഗ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ പ്രൈസ് ഞാൻ സൈഡിലും കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച ബാഗിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ബാഗ് ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.